ഹലോ, ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ട്. നമുക്കിന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ചെയ്തെടുത്താലോ? വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. ആദ്യം ഞാൻ ഇവിടെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ഇതേപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇതുപോലെ കുറച്ച് ലെങ്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അടുക്കി അതൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇത് ഒന്ന് രണ്ട് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് അതിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതേ രീതിക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. നിങ്ങളുടെ ഒരു ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഈ ഒരു B7000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ 2-3 ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബാക്കിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് ഇതേപോലെ കിട്ടും. വേറെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്ത് അതിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 4 ചേർത്ത് ഒട്ടിച്ചതാണ് ഇങ്ങനെ. അത് രണ്ടറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും ഇവിടെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ഇതേപോലെ ഒന്ന് നിരത്തി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗവും കൂടെ ഒട്ടിക്കാനായിട്ട് മറക്കരുത്. അതിനുശേഷം നമുക്ക് ഹാങ് ചെയ്യാൻ പാകത്തിന് ഇതേപോലെ 2 സ്റ്റിക്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇതിലിഷ്ടമുള്ള കളർ പെയിൻറ്റ് അടിക്കാം. പെയിൻറ്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും ഇത് വെക്കാവുന്നതാണ്. ഞാനിവിടെ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് കൂടെ ചെയ്തെടുക്കാം. ഞാനിവിടെ കുട്ടി ഹാർട്ട് ഷേപ്സ് മാത്രമാണ് വരച്ചു കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു സ്പേസിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും റിമൈൻഡേഴ്സോ എന്തെങ്കിലും നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം. ഒരു പേനയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലിസ്റ്റൊക്കെ എഴുതണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യാം.